you happy birthday. This is it. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday, dear Varghese. Happy birthday to you. Wish you a happy 60th birthday. Happy ഷഷ്ടിപൂർത്തി. വർഗീസ് അങ്കിൾ. ഹായ്, ഗോഡ് ബ്ലസ് യു. ഞങ്ങളുടെ വർഗീസിന് ഷഷ്ടിപൂർത്തി ആശംസകൾ നേരുന്നു. Happy birthday, Varghese uncle. Happy 60th birthday and God bless you. വർഗീസിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഗീസ് ഭയങ്കര ഇന്റലിജന്റ് ആണ്, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്, ശാന്തനാണ്. കാര്യങ്ങളെല്ലാം ഒരു ബഹളമൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി പോണു. സ്നേഹസമ്പന്നനായ ഒരു അപ്പനാണ്, നല്ലൊരു ഭർത്താവാണ്. പിന്നെ ബാല്യകാലത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം നല്ല ഓർമ്മയുള്ളത്, കിളികളെ പറ്റി വാശി പിടിച്ച് അപ്പൻ്റെ എത്തുന്നത് നേടിയെടുത്തു. ആ കിളികളോട് നിൻ്റെ ആ ഇഷ്ടം, പിന്നെ നീ സ്വന്തം വീടൊക്കെ വന്നപ്പോൾ കിളികളെ വളർത്തലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തന്നെ പിന്നെ യുക്തിസഹജമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ തമ്മിൽ കുറച്ച് വാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതിനെ പറ്റിയിട്ട്. പക്ഷെ ഇപ്പോൾ പോയിട്ട് വളരെ ജനറൽ നോളജിലാണ്, നല്ല റീഡിംഗ് ഹാബിറ്റ് ഉണ്ട്, നല്ല ബുക്കുകൾ വായിക്കുന്നുണ്ട്. ഞാൻ വർഗീസിന്റെ കുറെ പുസ്തകങ്ങൾ ഞാനും വായിച്ചിട്ടുണ്ട്. വർഗീസിന്റെ വീട്ടിൽ ലൈബ്രറി സോ താങ്ക് യു വെരി മച്ച് വർഗീസ്. അപ്പൊ അങ്ങനെ പിന്നെ വർഗീസാളെ പറ്റി ഒരുപാട് കാര്യം പറയാനുണ്ട്. എന്നാൽ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വർഗീസാളെ എവിടെ പുറത്തു പോയി വന്നപ്പോൾ എനിക്കൊരു ബനിയൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് ഞാൻ ഇന്നും വളരെ ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എപ്പോഴൊക്കെ വർഗീസാളെ പുറത്തു പോയി വരുമ്പോൾ എനിക്കും സഞ്ജുവിനും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്. എനിക്ക് ഓർമ്മയുള്ള ഒരു വാച്ച് വർഗീസാള് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാൻ ഒരുപാട് നാള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നാൾ ആ വാച്ചാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഞാൻ എന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് ഞാൻ അവിടെ നിന്നാണ് കോച്ചിങ്ങിന് പോയിരുന്നത്. വർഗീസാള് വളരെ മോട്ടിവേറ്റിങ്ങും ഒരുപാട് ഇൻസ്പിറേഷൻസ് ആ സമയത്ത് നൽകിയിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ടീവായിട്ടും. പിന്നെ വർഗീസാള് ജാസ്മിനെ യൂറോപ്പ് പോകുമ്പോൾ എന്നെയും സഞ്ജുവിനെയും എപ്പോഴും കൂടെ കൊണ്ടുപോകാറുണ്ട്. എന്റെ കുട്ടിക്കാലത്തെ വളരെ കളർഫുൾ മെമ്മറീസിൽ ചിലതാണ് ആ ടൂറിന്റെ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ റോൾ മോഡലാണ് ഹസ്ബൻഡ്സിനും ഫാദേഴ്സിനും ഒരു റോൾ മോഡലാണ് വർഗീസ്. അപ്പൊ ഈ 6ാമത്തെ പെരുന്നാളിനല്ല ഈ കുറെ കാലം ജീവിച്ചിരിക്കട്ടെ, മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. കാരണം ദൈവം അനുഗ്രഹിച്ചുള്ള ഒരു ഭവനമാണ്. സന്തോഷം സമാധാനം നൽകട്ടെ. വർഗീസിന്റെ എല്ലാ വിജയങ്ങൾക്കും നന്മകൾക്കും പുറകിൽ ജാസ്മിനാണ്. അതെ, മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജിയുടെ മാതിരി പറയാൻ പറ്റുന്ന ഒരാളാണ് വർഗീസ് അങ്കിൾ. അപ്പൊ ദ ഫാമിലി ദാറ്റ് ബ്രോട്ട് യു ഫോർത്ത് ആൻഡ് ദ ഫാമിലി ദാറ്റ് യു ബ്രോട്ട് ഫോർത്ത് ബോത്ത് ആർ എക്സെപ്ഷണലി ഗുഡ്. അപ്പൊ യു റോക്ക് വർഗീസ് അങ്കിൾ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു. ബൈ. Hi Varghese, I wish you a very happy birthday. നിന്നെ ആളൂർ ബോർഡിംഗ് സ്കൂളിൽ വെച്ച് വെക്കേഷൻ ടൈമിൽ ഞാനും ഡ്രൈവർ തോമസും കൂടി പിക്ക് ചെയ്യാൻ വരുന്നതും അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം അടിച്ചു പൊളിച്ച് നമ്മൾ കളിക്കുന്നതും ചിരിക്കുന്നതും, 1 മാസം പഠിക്കല തറവാട്ടിലായിരിക്കും, 1 മാസം നമ്മുടെ വീട്ടിൽ വെച്ചായിരിക്കും. അതിൻ്റെ കളിച്ചു കഴിഞ്ഞിട്ടുള്ള തല്ലും പിടുത്തലും ഒക്കെ ഈ അടുത്ത് കഴിഞ്ഞതുപോലെയാണ് ഞാൻ ഓർക്കുന്നത്. നിന്റെ സഹധർമ്മിണി പാലയിൽ വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് കണ്ടതും അത് കഴിഞ്ഞ് നിന്നെ റെക്കമെൻഡ് ചെയ്തതും അതെല്ലാം നല്ലതായി ഭംഗിയായി തീർന്നു. അതേപോലെ തന്നെ നിന്റെ ഈ 60ാം പിറന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Wish you a very happy birthday, Varghese. May you always stay blessed. ഹായ് വർഗീസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഷഷ്ടിപൂർത്തി വർഗീസ്, ഗോഡ് ബ്ലസ് യു. മെമ്പേഴ്സ്, ഇന്ന് വർഗീസിൻ്റെ 60ാം പിറന്നാൾ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണല്ലോ ആഘോഷിക്കാനായി. വർഗീസിനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ഈ ആലങ്ങാടൻ തറവാട്ടിൽ വരുമ്പോൾ 23 വയസ്സ് പ്രായം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിതഭാഷ, അധികം സംസാരിക്കില്ല, സംസാരിക്കുന്നത് വിവരമുള്ള കാര്യം. ചിലപ്പം ജാസ്മിൻ കൂടെ കൂടിയപ്പോൾ അത്രയും പോലും സംസാരിക്കാതായിട്ട് വർഗീസിന് ഇടം കിട്ടിയിട്ട് വേണ്ടേ. നല്ലൊരു മനുഷ്യൻ, നല്ല
സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും കച്ചവടത്തെപ്പറ്റിയും നല്ല ഗ്രാഹ്യമുള്ള ഒരു മനുഷ്യൻ. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വർഗീസിന് അന്നും ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈയിടെയായിട്ട് മീശ പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വർഗീസിന് ഇനിയും ഒത്തിരി വർഷങ്ങൾ 2 പെൺമക്കളുടെ കൂടെയും ജാസ്മിൻ്റെ കൂടെയും കൊച്ചുമക്കളുടെ കൂടെയും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പുറയിലുള്ള ഈ തെങ്ങ് വളർന്ന് പന്തലിച്ച് അതിന് തേങ്ങയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ വർഗീസ് ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ കാണും. ആശ്രക്കൈമേലൊന്നും കൂടെ വരും. ഈ തെങ്ങ് പോലെ വർഗീസിനും ദീർഘായുസ് നേരുന്നു. കുഞ്ഞു പറയത് എല്ലാം കൊണ്ടും ശോഭിക്കട്ടെ. Birthday, Varghese. I feel so lucky to have a great brother like you. Wishing you a birthday filled with special moments, fun time, and everything that is dear to you. I love you very much. Happy birthday, Varghese. Happy birthday. And may the good God bless you. Have a blessed year ahead. Birthday boy. He is a no-nonsense person. Down to earth, reliable, and always ready to help. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവൻ്റെ അടുത്തോട്ട് ഓടാം അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട്. God bless him. Let him have a happy life. Happy birthday. Happy birthday, Varghese. Happy birthday, Varghese. Happy birthday, Varghese uncle. സ്പെഷ്യൽ ആളും കൂടി ഉണ്ട് അമ്മ. Happy birthday. Para. Happy birthday, Varghese. Lucky to have a brother like you who's amazing, down to earth, a happy soul, a family man. Enjoy your day. Enjoy your year. God bless. Happy birthday, Varghese Appa. Happy birthday to you. Happy birthday to you. Happy birthday, dear Varghese uncle. Happy birthday to you. Happy birthday, Varghese uncle. Happy Shashti Purti, dear Varghese uncle. Rock your day. Cheers. Happy 60. ഹായ് വർഗീസ് അങ്കിൾ. ബർത്ത്ഡേ വിഷ് ഞാൻ നേരത്തെ അയച്ചിരുന്നു, പക്ഷേ ഫോൺ മെമ്മറീസ് അന്ന് അയക്കാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി പോയി. പക്ഷേ ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്നാണല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും പ്ലേയിൽ ഇടാമെന്ന് വിചാരിച്ചു. വർഗീസ് അങ്കിളെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മെമ്മറീസ് കുറേ പണ്ട് പോവാണ്. ഒരു 30 years മുമ്പ് ഞാൻ തറവാട്ടിൽ നിന്ന് അവിടെ പഠിക്കുമ്പോൾ ഉള്ള സമയങ്ങളാണ് എനിക്ക് കൂടുതൽ ഓർമ്മ വരുന്നത്. അപ്പോൾ അവിടെ അന്ന് വർഗീസ് അങ്കിളും ജാസ്മിൻ ആൻറ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു കമ്പനി എന്ന് പറയാനുണ്ടായിരുന്നു നിങ്ങളായിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള സമയങ്ങളിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് സംസാരിക്കാൻ പോലും വിട്ടിരുന്നില്ല. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ആ ഒരു വേർഡ് എനിക്ക് ഓർമ്മ വരുന്നു. നിങ്ങളെയൊന്ന് ശൃംഗരിക്കാൻ പോലും ഞാൻ വിടാറില്ല. എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് വേറൊരു മെമ്മറി, എനിക്കൊരു ബാഗ്, എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ബാഗ് നല്ലതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബാഗ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയോ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ ബാഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പേർപ്പിൾ, ഒരു ബ്രൗണിഷ് കളർ. അതൊക്കെ എനിക്ക് ശരിക്കും എപ്പോഴും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പറയാനുള്ളത്, ട്രിവാൻഡ്രത്ത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ശരിക്കും നിങ്ങളുടെ ഹണിമൂൺ ആയിരുന്നോ അതോ എന്തായാലും ഹണിമൂൺ പീരീഡിലുള്ളൊരു സമയത്ത് നിങ്ങൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ എന്നെയും കൂടി കൊണ്ടുപോയി. അതെന്തിനാണ് നിങ്ങൾ അന്ന് എന്നെ കൊണ്ടുപോയെന്ന് എനിക്ക് അറിയുന്നില്ല. അന്ന് എനിക്കൊരു ബോധമില്ലാത്ത കാരണം വരുന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാടി പുറപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പലരും അവിടെ ഉള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഇവളെയും കൊണ്ട് പോണേന്ന്. പക്ഷെ എന്നിട്ടും കൂടി എന്നെയും കൊണ്ട് നിങ്ങൾ പോയത് അതൊരു ശരിക്കൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. അതൊക്കെ ശരിക്കും വർഗീസ് നിങ്ങൾ എന്തോരം വലിയൊരു ഫാമിലി പേഴ്സൺ ആണെന്ന് ശരിക്കും കാണിക്കുന്നുണ്ട്. ജാസ്മിൻ ആൻറ്റിയുടെ ഐഡിയ ആയിരുന്നിരിക്കാം, പക്ഷെ എന്നാലും വർഗീസ് നിങ്ങളുടെ ഒരു സമ്മതം ഇല്ലാണ്ട് അതൊന്നും നടക്കില്ലല്ലോ. അപ്പം അതൊക്കെ ശരിക്കും എൻ്റെ മെമ്മറിയിൽ എപ്പോഴും ഞാൻ തോന്നുന്നു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ കന്യാകുമാരി
പിന്നെ വേളി, അവിടേക്കൊക്കെ ഞാൻ ആദ്യം പോയത് അപ്പോഴാണ്. അതൊക്കെ എനിക്ക് ശരിക്കും ഇപ്പോഴും നല്ല മെമ്മറിയിലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെയാണ് എനിക്ക് കൂടുതൽ ഈ ഫോൺ മെമ്മറീസ് പറയുമ്പോൾ എനിക്ക് ശരിക്കും അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഉള്ളത് ആ MA-ക്ക് അവിടെ നിന്ന് പഠിച്ച കൊല്ലം വർഗീസ് ഞങ്ങളെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കുറേ കാണാൻ സിനിമകൾ കാണാൻ പോയിട്ടുണ്ട്. അതിലാണ് ശരിക്കും പേഷ്യൻസ്, വർഗീസ് ഞങ്ങളുടെ പേഷ്യൻസാണ് ശരിക്കും അതിൽ കാണുന്നത്. ഒരു ഇഷ്ടമില്ലാത്ത തമിഴ് സിനിമകൾ പോലും വർഗീസ് ഞങ്ങൾ ഓക്കെ പറഞ്ഞ് പോയി അവിടെ ഇരുന്ന് ഉറങ്ങിയതും ആ നീനുവിനെ ലിഫ്റ്റിൽ വെച്ച് എടുത്ത ആ സംഭവം ഞാൻ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ, ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ആ കാര്യത്തിനെ വെച്ചിട്ടൊക്കെ. അപ്പം ഇതൊക്കെ കാണിക്കണത് വർഗീസ് ഞങ്ങൾ ഭയങ്കര ഒരു ഫാമിലി പേഴ്സണാണ്. പിന്നെ ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട് വർഗീസ് ഞങ്ങൾ എത്ര നല്ല ഹസ്ബൻഡാണ്, എത്ര നല്ല ഫാദറാണ്. ശരിക്കും ഒരു പെർഫെക്റ്റ് ഫാദർ, പെർഫെക്റ്റ് ഹസ്ബൻഡ്, ഒരു പെർഫെക്റ്റ് അങ്കിൾ. എൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇത്രയും നല്ലൊരു അങ്കിളാണ്, ഇത്രയും കെയർ ചെയ്യണ, ലവിങ് കെയറിങ്. അപ്പം അത്രയ്ക്കാണ് പറയാനുള്ളത്. പിന്നെ may God bless you with all the happiness, health, long life. Okay, thank you, bye. Happy birthday. Happy birthday. Happy birthday, Varghese Papa. May God bless you with love, happiness and a healthy long life. Bye. Enjoy your day. Happy birthday, Varghese uncle. വർഗീസ് അങ്കിളിന്റെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കുകയില്ല. എന്താ ഇതിന്റെ സീക്രട്ട്? വർഗീസ് അങ്കിൾ നല്ലൊരു ബുക്ക് റീഡർ ആണ്. എനിക്ക് ആ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമാണ്. Happy birthday, Varghese uncle. We pray that you're blessed with a full, happy and healthy life. Happy birthday to you. Happy Shashti Purti. Happy birthday, dear Varghese uncle. Happy Shashti Purti. Varghese uncle, the way you always have a smile on your face shows how graceful you are. And one more thing, വർഗീസ് അങ്കിളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു അപ്പാപ്പനും അമ്മാമ്മ താമസിക്കുന്നത് വളരെ നന്നായി. വല്ല ചെറുപ്പക്കാരി പെൺകുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ വർഗീസ് അങ്കിളുടെ മുറ്റത്ത് നിന്ന് പുഷപ്സ് എടുക്കുക, ഫുട്ബോൾ കളിക്കുക, ഇതൊക്കെ ജാസ്മിൻ ആന്റിക്ക് ഒരു പണിയായി പോയത്. What I'm going to say is, your ever energetic and young nature is truly an inspiration for us. Stay the same. God bless you. Have a healthy and happy birthday, Varghese uncle. Happy birthday, Varghese uncle. Bye. Bye. Happy birthday to you. Happy birthday to you. Happy birthday, dear Varghese uncle. Happy birthday to you. Hello Cheta, happy birthday. Thank you for being the wonderful person that you are. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എപ്പോഴും എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഞങ്ങളുടെ കൂടെ നല്ല അടിയുറച്ച് നിന്ന ചേട്ടന് നല്ലൊരു ഭർത്താവ്, നല്ലൊരു പിതാവ്, നല്ലൊരു സഹോദരൻ, പപ്പയോടും മമ്മിയോടുമുള്ള സ്നേഹം എല്ലാവർക്കും മാതൃക കാണിക്കുന്ന ഒരു ചേട്ടന് എല്ലാ ആശംസകളും. അടുത്ത വർഷത്തെ പിറന്നാള് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. വർഗീസ് ചേട്ടൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. 60 വയസ്സായി, ഷഷ്ടി പൂർത്തിയായി, ഞങ്ങളെല്ലാം പുറകെ ഉണ്ട്. ജോ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ വലിപ്പപ്പ. വലിപ്പപ്പയ്ക്ക് ഞാൻ ഡ്രസ്സ് മാറി വലിപ്പപ്പയ്ക്ക് വേണ്ടി. ഹലോ വലിപ്പപ്പ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി 60. അപ്പോൾ ഷഷ്ടിപൂർത്തിയായി. ഏറ്റവും നല്ല മെമ്മറി ചേച്ചി പറയാൻ പറഞ്ഞായിരുന്നു. അത് ഒബ്വിയസ്ലി 11th 12th ഞാൻ അവിടെ PC ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് നോ ഹോം അവേ ഫ്രം ഹോം. പിന്നെ ഞങ്ങളന്ന് സപ്പോർട്ടൊക്കെ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെമ്മറി ഐ ഹാവ്. താങ്ക് യു വൺസ് അഗൈൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹായ് വലിപ്പപ്പ, ഹാപ്പി ബർത്ത്ഡേ. വലിപ്പപ്പ പണ്ട് ഭയങ്കര സൈലന്റ്, ഭയങ്കര റെസ്പെക്റ്റഡ്, ഇപ്പോഴും അത് ഭയങ്കര റെസ്പെക്റ്റഡ് ആണ്, പക്ഷെ ഭയങ്കര സൈലന്റ് ആയിരുന്നു. സോ നമ്മൾ കുറേ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിലും
അങ്ങനെ വലിയപ്പയോട് അധികം സംസാരിക്കുകയോ ഒന്നും ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സെം ബ്രേക്കിന്റെ സമയത്ത് നീനും തഞ്ചിച്ചൊന്നും ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ. അപ്പം ഞാൻ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് പാലായ്ക്ക് പോകാനെങ്ങാണ്ടോ വേണ്ടിയിട്ട്. അപ്പോൾ വല്യപ്പയും വല്യമ്മയുടെയും കൂടെ ഒറ്റമോളെ പോലെ ഞാൻ കുറച്ച് ദിവസം അവിടെ അടിച്ചു പൊളിച്ചു. അപ്പൊ ആ സമയത്താണ് വല്യപ്പ എന്നോട് ഇങ്ങനെ കാഷ്വലായിട്ട് സാധാരണ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. അയ്യോ, നോർമൽ കാര്യങ്ങളൊക്കെ വല്യപ്പ സംസാരിക്കുമോ, നമ്മളെ നോർമൽ മനുഷ്യരെ പോലെയൊക്കെ സംസാരിക്കുമോ എന്ന്. അത് കഴിഞ്ഞപ്പോൾ വല്യപ്പ കുറേയും കൂടെ ഓപ്പണായി, കുറേയും കൂടെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ജെനുവിനായിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ജെനുവിനായിട്ട് എന്നെ ജെനുവിൻലി കൺസേൺഡ് ആയിട്ടുള്ള ആളാണ് വല്യപ്പ. എനിവേ, ഹാപ്പി ബർത്ത്ഡേ വല്യപ്പ. ഐ മിസ് ബീയിങ് ദെയർ വിത്ത് യു ഓൾ. നമുക്ക് എന്തായാലും ഇത് ഒന്നും കൂടെ സെലിബ്രേറ്റ് ചെയ്യണം ഈ പാർട്ടി. ഹായ്, ബൈ. ഹാപ്പി 60th ബർത്ത്ഡേ ചേട്ടാ. അപ്പോൾ ചേട്ടൻ്റെ ഈ സ്പെഷ്യൽ ഡേയിൽ ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഇനി അടുത്ത വെക്കേഷന് ഞങ്ങൾ വരുമ്പം നമുക്കെല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം. പിന്നെ ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ചേട്ടനൊരു വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവരോടും ഒരേപോലെ വളരെ പ്ലീസിങ് ആയിട്ടും വളരെ സ്നേഹത്തോടെയും പെരുമാറുന്ന ചേട്ടനെ പോലെ ആവാൻ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ. വേറെ ഇത്രയും എന്താ പറയുക, ആരോടും മുഖം കറുപ്പിച്ച് ചേട്ടൻ സംസാരിക്കുന്നതോ ആരെയും വെറുപ്പിക്കുന്നതോ എൻ്റെ അറിവിൽ ഇല്ല. അങ്ങനെ സോ താങ്ക് യു ഫോർ ബീയിങ് യു. എപ്പോഴും ഞങ്ങൾക്കൊക്കെ എപ്പോഴും വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ എന്നും ഉള്ള ഒരാളാണ് ചേട്ടൻ. സോ വിഷിങ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. വിൽ ബി മിസ്സിംഗ് യുവർ 60th ബർത്ത്ഡേ സെലിബ്രേഷൻ. നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അടിച്ചു പൊളിക്കാം കേട്ടോ. ഹോപ്പ് യു ഹാവ് ആൻ അമേസിംഗ് ഡേ ആൻഡ് മെനി മോർ ബർത്ത്ഡേസ് ടു കം. Happy 60th birthday, Valuppa. Hope you have a great and joyous birthday this year, and hopefully we shall celebrate by the end of this year if quarantine and coronavirus is done. Hi Valuppa, I wanted to wish you a very happy birthday. I hope you have an amazing day and many more birthdays to come. I still remember all those late night ice cream parlor trips you used to take me and Joe to, and oh my god, they were so much fun. Me and Joe used to ask you so late at night, but you'd always be ready to take us, and if we couldn't go on that day itself, you'd definitely take us the very next day, and you know that's really nice of you. So I still remember all of that, and I can't wait for us to do that again. I'm definitely expecting a treat for your 60th birthday, so we have to do that when I get there. Anyway, I'm missing all of you, and I hope you have an amazing day. Bye. Happy birthday Verghese. അറിവിൻ്റെ എല്ലാ മംഗളങ്ങളും ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. Hello, good morning Verghese. Happy birthday to you. Happy birthday. All the best for the new year. God bless. So Verghese, here is wishing you a happy, wonderful 60th birthday, and I'm so privileged to have you as my friend. For me, it's, as I reflect back, it's maybe 40 to 50 years back our friendship goes. I'm so happy to have a friend like you who is now wiser, stronger, and with more experience, and I hope that our friendship continues like this till both of us are 100 years old. Verghese, here is wishing you a wonderful birthday. Celebrate with your family and have a great time. I remember those times in college, and I would say that it's wonderful to have you as a friend for the last 40 years. Thank you. Bye-bye. വർഗീസ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരാളാണ്. ഞങ്ങൾ MBA 2 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നിച്ച് പഠിച്ചിരുന്നു, ക്ലാസ്മേറ്റ്സ് ആയിട്ട് 1984 മുതൽ 86 വരെ. അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. കോളേജിൽ ക്ലാസ്സിന് പുറത്തും ഞങ്ങൾ ഹോസ്റ്റലിൽ ചീട്ട് കളിക്കാനും ടെന്നീസ് കളിക്കാനും പിന്നെ ക്യാമ്പസിന് വെളിയിൽ സിറ്റിയിൽ ചുറ്റിക്കറങ്ങാനും സിനിമയ്ക്ക് പോകാനും സൈലന്റ് വാലിയിൽ പോകാനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു. MBAക്ക് പഠിക്കുമ്പോൾ തന്നെ അവിടെ ഞാനും ജോണും വർഗീസും കൂടി ഒരു ഗ്യാങ് ആയിരുന്നു. ഞങ്ങളാണ് ആദ്യമായിട്ട് അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എലക്റ്റീവ് എടുത്തു. അതിൻ്റെ ക്ലാസ് പലപ്പോഴും കാലിക്കറ്റ് REC വെച്ചായിരുന്നു, കാരണം REC ഫാക്കൽറ്റി ആയിരുന്നു അത് ഹാൻഡിൽ ചെയ്യുന്നത്.
അങ്ങനെ RECയിൽ പലപ്പോഴും പോയി അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. പിന്നെ ഞങ്ങൾ MBAയുടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് BPL പാലക്കാട് പോയി. BPLന് വേണ്ടി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് MIS ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ 3 മാസം അവിടെ ഞങ്ങളൊരു ഹോട്ടൽ റൂമിൽ ഞാനും വർഗീസും ജോണും കൂടി ഒന്നിച്ച് താമസിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഞാനും ജോണും വർഗീസും ഫാമിലിയായിട്ട് വളരെ അടുപ്പമായിരുന്നു. പലപ്പോഴും നമ്മൾ ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കൾ പഠിത്തം കഴിഞ്ഞ് പല വഴിക്ക് പിരിയുമ്പോൾ ആ സുഹൃത്ത് ബന്ധം മുറിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ വർഗീസും എൻ്റെയും ജോണിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രോബ്ലി നമ്മുടെ ഫാമിലിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. വർഗീസിൻ്റെ കേസിൽ ജാസ്മിനും കുട്ടികളും എല്ലാം ഞങ്ങൾ വളരെ സ്നേഹവും അടുപ്പവുമായിരുന്നു. ജാസ്മിനും തനുവും നീനും. Cheta, wish you a very happy 60th birthday. If there's one person whom I consider to be the epitome of humility, grace and dignity, it's you. I've always looked up to you. The way you've conducted yourself, the way you've maintained your quest for knowledge. It's been really amazing. And on this day, Cheta, on your special day, I wish you a world of happiness. Stay blessed. A very happy birthday. Happy 60th birthday, Periappa. Happy birthday to you. Happy birthday to you. Happy birthday, dear Periappa. Happy birthday to you. Happy birthday, Varghese uncle. Happy birthday, dearest Varghese Cheta. May the Almighty God bless you abundantly to celebrate many more milestone birthdays with Jasmine Gigi, kids, grandchildren, great-grandchildren. You are a true role model and a 1 in a billion personality. ഞാനെപ്പോഴും മമ്മി കളിയാക്കും. മമ്മി തൃശ്ശൂർ പോകുന്ന പറയുമ്പോൾ കളിയാക്കും, മൂത്ത മോളുടെ വീട്ടിലോ പിന്നെ മരുമോൻ്റെ വീട്ടിലാണ് പോകുന്നതെന്ന്. യു ഹവ് ബീൻ ടെറിഫിക്, എ ഗ്രേറ്റ് സപ്പോർട്ട് ടു ദം, എസ്പെഷ്യലി വെൻ മൈസെൽഫ് ആൻഡ് ചേച്ചി ആർ അവേ ഫ്രം ദം. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. ഹലോ വർഗീസ്, ഇന്ന് വർഗീസിൻ്റെ സ്പെഷ്യൽ ഡേ ആണ്. എ വെരി വെരി ഹാപ്പി ആൻഡ് ജോയ്ഫുൾ ബർത്ത്ഡേ. ഷഷ്ടിപൂർത്തിക്ക് ആയുരാരോഗ്യ സൗഖ്യം. ബട്ട് അത് ഷഷ്ടിപൂർത്തി എന്നൊക്കെ പറയുന്ന വർഗീസിന് അപ്ലിക്കബിൾ ആവുമോ എന്നറിയില്ല. ഏജ് ഇസ് ജസ്റ്റ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് യു ഡോണ്ട് ലുക്ക് എ ഡേ ഓവർ, ഐ ഡോണ്ട് നോ, മേ ബി 30, ഓക്കെ 40. വർഗീസിനെ പറ്റി ആലോചിക്കുമ്പം 2-3 കാര്യം എപ്പോഴും മനസ്സിൽ വരും. thorough gentleman, always calm and composed, and always helpful, just a phone call away. May God continue to shower His blessings on you and your beautiful family, and may you remain evergreen, ever cool, and ever smiling. Enjoy your day. We'll celebrate when all of us get together. Until then, enjoy life. Happy birthday, Varghese uncle. 40 വയസ്സായെന്ന് കണ്ട പറയില്ല. Have a great day. Happy birthday, Varghese uncle. Happy birthday, Varghese. Many happy returns of the day. മക്കളെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഉഴപ്പാൻ നോക്കി. പക്ഷേ മക്കളുടെ ആ എൻതൂസിയാസം കണ്ടപ്പോൾ എനിക്ക് അതിന് മാറാൻ തോന്നിയില്ല. ആദ്യം 60 വയസ്സ് സീനിയർ സിറ്റിസൺ ആവാൻ പോകുന്ന കേട്ടപ്പോൾ അതെനിക്കൊരു ഒരു ടെൻഷൻ. അടുത്ത് എനിക്കുള്ളൂ എന്ന് വെച്ചിട്ട് എനിക്ക് ചെറിയ ടെൻഷൻ തോന്നി. പിന്നീട് ചോദിച്ചപ്പോൾ റീസെൻ്റായിട്ട് WHO പറഞ്ഞതനുസരിച്ച് അവർ പറയുന്നത് അപ് ടു 70 ഇയേഴ്സ് യങ്ങാന്ന് പറയുന്നത്. അപ്പോൾ ഈ 60 വയസ്സിൽ ഇങ്ങനെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ യങ്ങല്ലാണ്ടിരിക്കുന്നില്ല. യങ്ങ തന്നെയാണ് നമ്മൾ 70 ഇയേഴ്സ് വരെ. പിന്നെ ഈ ടെൻഷനാണ് നമ്മളുടെ ഒരു ഇതിനെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാന്നുള്ളത് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ വർഗീസിനെ സംബന്ധിച്ചോളം ഞാൻ ഇതുവരെയായിട്ടും വർഗീസ് ഒരു ടെൻഷനോടുകൂടി കണ്ടിട്ടില്ല. എപ്പോഴും സ്മൈൽ ചെയ്ത് സ്മൈൽ ഫേസോടുകൂടി തന്നെ കണ്ടേക്കണേ. കോളേജിൽ 35 കൊല്ലത്തെ പരിചയം വെച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പുള്ളി കോളേജിൽ ജോയിൻ ചെയ്ത് 10 ദിവസം ഹോസ്റ്റലിലോട്ട് പോകണ വഴിക്ക് അപ്പോൾ ഞാൻ ആദ്യം നടന്നു പോകണം. അപ്പോഴാണ് പുള്ളിയുടെ അങ്കിൾ ഒരുമിച്ച് ഇവിടെ ബെൻസ് കാറിലൊക്കെയാണ് അന്ന് വന്നായിരുന്നത്. ബെൻസ് കാർ എന്ന് പറഞ്ഞാൽ അന്ന് ബെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വില്ലേജിൽ ഞാൻ കണ്ടിട്ട് കൂടിയില്ല അങ്ങനത്തെ കേസിൽ.
പുള്ളി അന്ന് സീനിയറായിരുന്നു, അങ്കിൾ എന്ന് പറഞ്ഞാൽ സീനിയറായിരുന്നു. പുള്ളി എനിക്ക് ഗിഫ്റ്റ് തന്ന് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ പോകണം. അപ്പോൾ കുറച്ചുകൂടി സന്തോഷം തോന്നി, കാരണം അന്ന് റാഗിങ്ങിൻ്റെ പീക്കായിരുന്നു. അന്ന് എമർജൻസി കഴിഞ്ഞിട്ട് സിവിയർ റാഗിങ് ഉള്ള സമയത്തായിരുന്നു. വിചാരിച്ചപ്പോൾ ഫസ്റ്റ് ഡേ വലിയ കുഴപ്പമുണ്ടായില്ല, സെക്കൻഡ് ഡേ തൊട്ട് സിവിയർ റാഗിങ് ആയി. അത് ഞങ്ങൾ രണ്ടുപേരും സാധനം കൊണ്ടുപോവുക, അത് ജനിച്ച പോലെയുള്ള കണ്ടീഷനിലൊക്കെ നിർത്തുക, അതൊക്കെ മിനിമം ഇതാണ്. മറ്റുള്ളതൊന്നും എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് കണ്ട രസം വെച്ചിട്ടുണ്ടെങ്കിൽ വർഗീസ് അത് വളരെ കൂളായിട്ട് അവർ പറയണ എന്താ പറയുമ്പോൾ ഞാൻ ചെയ്തേക്കും, അത് ചിരിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അന്ന് വർഗീസിനെ കൂടെ ഡാൻസൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ്. നമുക്ക് പുള്ളി ഡാൻസൊക്കെ നന്നായിട്ട് ചെയ്യും എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. സീനിയേഴ്സ് പറഞ്ഞപ്പോൾ പുള്ളി അത് ചെയ്തായിട്ടേക്കും ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ടെൻഷൻ എടുക്കുന്ന കണ്ടീഷൻ അന്നും ഉണ്ടായിരുന്നില്ല. അന്നും അതോടെ ഈവൻ അത് മറ്റുള്ള അസുഖങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ 10-20 വർഷം അഡീഷണൽ ലൈഫ് കിട്ടുമെന്ന് ദിവസം ഞാൻ പറയുന്നത്. പിന്നെ ആറ്റിറ്റ്യൂഡ് അത് ഫേമസാണ് വർഗീസിൻ്റെ. അതായത് ഒരു അലമ്പ് പരിപാടിക്കും, അതായത് ഒരു ആർഗ്യുമെൻ്റ് ആയാലും അല്ലെങ്കിൽ പൊളിറ്റിക്സിലും ഒന്നിലും ആവശ്യമില്ലാണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയേ ഇത് അതാണ് പുള്ളിയുടെ ഒരു പെർഫെക്റ്റ്ലി ജെന്റിൽമാൻ ആയിട്ടാണ് അന്ന് അറിയപ്പെടുന്നത് വർഗീസ്. അതുപോലെ തന്നെ ഇപ്പോൾ പുള്ളിയുടെ എന്താ പറയുക സിംപ്ലിസിറ്റി, എല്ലാവർക്കും അറിയാം പുള്ളി ഭയങ്കര നല്ല റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്നതെന്നുള്ളത് അറിയാം. അപ്പോൾ ഞങ്ങൾ പറയും അത് ഹെറിഡിറ്ററിയാണ് ആയിരിക്കും. ഈ അറിയാം പുള്ളിയുടെ ബ്രദറിനൊക്കെ അറിയാം, എല്ലാവരും ഏതാണ്ട് ആ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ക്യാരക്ടർ നോക്കുകയാണെങ്കിലും പുള്ളി ഞാൻ പറയുന്നത് പുള്ളിക്ക് ഒരു റിപ്ലേസ്മെൻറ്റ് കോളേജിൽ ഞാൻ ആരും കണ്ടല്ലേ, അല്ലെങ്കിൽ എൻ്റെ നെറ്റ്വർക്കിൽ ആ പുള്ളി റീസെൻ്റ് ആ ഒരു കാലിബറുള്ളവർ ഞാൻ ആരും കണ്ടത്. പിന്നെ പറയുകയാണെങ്കിൽ കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി വലിയ പഠിത്തമൊന്നുമില്ല, ക്ലാസ്സിലൊന്നും ഞാൻ പഠിക്കണമെന്ന് ഞാൻ കണ്ടല്ല. പക്ഷേ ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് സ്റ്റഡി ഹോളിഡേയ്സ് ടൈമിൽ നന്നായിട്ട് ഇരുന്ന് പഠിക്കും, ആവശ്യത്തിന് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യാറുണ്ട്. എല്ലാ ദിവസം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സാറിന് ഞങ്ങൾ നടക്കാൻ പോകും. എൻ്റെ നെയ്ബറായിരുന്ന എൻ്റെ അടുത്ത റൂമിലായിരുന്നു ഹേമേന്ദ്രൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഹേമേന്ദ്രൻ അപ്പോൾ DGP, ഇപ്പോഴത്തെ DGP, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് വേറെ ആൾ സാഹിത്യ പണിക്കര, കുറച്ച് പേര് നല്ല ടോപ്പ് പോസ്റ്റിലൊക്കെ അവരൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ അവരെ എല്ലാവരും ഒരുമിച്ച് ഒന്നുമില്ല വിമലയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ മറ്റേ ചെറൂര ഭാഗത്തേക്ക് പോകും, ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ച് വരും. അത് ഞാൻ വരുന്ന ചിലപ്പോൾ ഇരുന്ന ഷട്ടിൽ തീറ്റി കളിക്കും, അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് ഇത് കളിക്കും, ക്യാരംസ് കളിച്ചിരിക്കും കുറേ നേരം. കുറേ വർത്തനൊക്കെ പറഞ്ഞിരുന്ന ഡെയിലി പഠിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, മാർക്കിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അസൈൻമെൻ്റൊക്കെ മറ്റേ 2-3 പേരാണ് ക്ലാസ്സിൽ ചെയ്യാറുള്ളൂ. ഹേമന്തൻ പോലെയുള്ള കുറച്ച് ടീമുകളൊക്കെ ചെയ്യാറുള്ളൂ. അതൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ട് നോക്കിയൊക്കെ എഴുതും. കോപ്പിയടിക്കാന്ന് പറയില്ല, കുറച്ച് നോക്കിയൊക്കെ എഴുതാറുണ്ട്. ഫ്രീസിനെ പറ്റി എനിക്കൊരു നെഗറ്റീവ് എന്തെങ്കിലും തമാശ രൂപത്തിൽ പറയണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. കാരണം 10-35 വർഷമായില്ലേ, പെട്ടെന്നൊന്നും ഓർക്കാൻ പറ്റിയില്ല. ഞാനത് കൂടുതലൊന്നും പറഞ്ഞ് നല്ല ബോറടിപ്പിക്കുന്നില്ല. ഒരു അവസരം ഉണ്ടാക്കി തന്നെ, പ്രത്യേകിച്ച് ഈ കൊറോണ പീരീഡിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ നല്ല എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. അതുപോലെ പറയുന്നത് ഫ്യൂച്ചർ വെഞ്ചേഴ്സ് അവരിന് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, ഇനി കൂടുതൽ വലിയ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടല്ലോ. എങ്കിലും ഇപ്പോൾ അബാനി പോലും 8 lakhs crores ഇപ്പോൾ ഡെവലപ്പാക്കാനാണ് നോക്കണേ. അത് കമ്മ്യൂണിറ്റി ഒരു സർവീസും കൂടിയാണ്. അപ്പോൾ അത് സർവീസിന് ഒത്തിരി അതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വിഷ് ഓൾ ദ Hi Varghese, happy 60th birthday. Happy 60th birthday, Papa. You're my best friend. അപ്പാപ്പനെ കുറിച്ച് ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ ഇഷ്ടം. അപ്പാപ്പ ജോജോനോട് കഥ പറയാറുണ്ട്, അപ്പാപ്പ ജോജോയുടെ കഥ കേൾക്കാറുണ്ട്, അപ്പാപ്പ ആനേനെ കാണിക്കാറുണ്ട്, പിന്നെ സൂല് കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ കൈ കഴുകാൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ വേറെ ഗുഡ് മാനേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ കളിക്കുന്നുണ്ട്. നമുക്ക് നാട്ടിൽ വരുമ്പോ അടിച്ച് പൊളിക്കാം. ലവ് യു. Happy birthday to you. Happy birthday, dear. Happy birthday to you. May the good God bless you. May the good God bless you. And good God bless you. Happy birthday to you.
യെസ് ഒരു മറ്റുള്ളവർക്ക് എന്നെ കാണാൻ പറ്റില്ല, എനിക്ക് എല്ലാവരും കാണാം. അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുമ്പോഴാണ് എനിക്ക് തന്നെ എൻജോയ്മെന്റ് തന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് 60% ഞാൻ ഇൻട്രോവേർട്ട് ആണെങ്കിലും ദൈവം ഒരു വലിയൊരു അനുഗ്രഹം ചെയ്തു. ഒരു 100% എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഭാര്യനെ എന്റെ ജീവിതത്തിൽ അപ്പന് ശേഷം എനിക്ക് ഏറ്റവും കടപ്പാട് എന്റെ ഭാര്യയോട് തന്നെയാണ്. കാരണം ഞാൻ കാണാത്ത പല കാര്യങ്ങളും ഭാര്യ കാണും. അപ്പൊ ഭാര്യ അത് ചെയ്യും. നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന വിശേഷങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ല, കാണാറില്ല. പക്ഷെ എന്റെ ഭാര്യ അതെല്ലാം കാണും, എന്നോട് പറയും. അങ്ങനെയാണ് എന്റെ ഒരു ജീവിത രീതി. എന്താ പറയുക, ഇപ്പൊ അമ്മേനെ പറ്റി ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മേനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ അമ്മേനെ നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അമ്മ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആ ഇതിലേക്ക് കിടക്കുന്നില്ല. എല്ലാവർക്കും എനിക്ക് വേണ്ടി സമയം ചെലവാക്കി ഈ വീഡിയോ ചെയ്തതിനും എല്ലാത്തിനും മക്കളുടെ കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തില് ഒരു കാര്യത്തിലാണ് എന്റെ ജീവിതം ഞാൻ എന്താ പറയാ ആങ്കർ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മറ്റുള്ളവർക്ക് ദുഃഖം വരുമ്പോ ആ ദുഃഖത്തിന്റെ ഒരു എക്കോ എന്റെ മനസ്സിലുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. അതുണ്ടായാൽ അതുണ്ടാവണം. പിന്നെ എന്റെ ജീവിതത്തിൽ നോക്കുന്നത് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. ഇത് രണ്ടും ആണ് എന്റെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ഞാൻ നോക്കിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ദുഃഖം വരുമ്പോൾ എനിക്കും ദുഃഖം വരണം, മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ എനിക്കും സന്തോഷം വരണം. അതാണ്. പിന്നെ എന്റെ മക്കളെ ഞാൻ വളർത്തിയിട്ടുള്ളത് എന്റെ ജീവിതത്തില് അവര് സക്സസ്ഫുൾ ആണെന്ന് ഞാൻ നോക്കുന്നത് അവര് മറ്റുള്ളവരുള്ള പെരുമാറ്റം കാണുമ്പോഴാണ്. ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ എൽഡേഴ്സിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവർക്ക് എല്ലാ വാത്സല്യങ്ങളും കൊടുക്കുക. അവരുടെ കീഴിലുള്ളവരെ, പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാവട്ടെ, അവരുടെ താഴെക്കടിയിലുള്ളവർ, അവരുടെ ഈക്വലായിട്ടുള്ളവരെ പറ്റി ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ എൽഡേഴ്സിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, താഴെയുള്ളവരോട് എപ്പോഴും അനുകമ്പാപൂർവ്വം പെരുമാറുക. ഈ രണ്ട് കാര്യങ്ങളാണ് അവരെ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം അവർക്ക് എന്റെ ആ ജീവിത വീക്ഷണം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഓർത്ത്. കാരണം മറ്റുള്ളവരോട് അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ആവട്ടെ എല്ലാവരോടും അവർ പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷം തോന്നാറുണ്ട്. അവർ വീട്ടിലത്തെ ജോലിക്കാരോട് അവർ പെരുമാറുന്ന കാണുമ്പോഴും എനിക്ക് വീട്ടിൽ സന്തോഷം തോന്നാറുണ്ട്. കാരണം വളരെ അനുകമ്പാപൂർവ്വം തന്നെ അവർ ചെയ്യുന്നു. ആ കാര്യത്തിൽ അവർ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്, എത്ര വാല്യൂ ഉള്ള ആഭരണങ്ങളാണോ ഇടുന്നത്, എത്ര വലിയ വീട്ടിലാണോ ജീവിക്കുന്നത്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ മക്കൾക്ക് ഏറ്റവും എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. എൽഡേഴ്സിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, താഴെയുള്ളവരോട് അനുകമ്പാപൂർവ്വം പെരുമാറുക. ഇതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വളർത്തിയതിൽ ഞാൻ സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കും. ഇനി എനിക്ക് ആരെ പറ്റിയ പറയാനുള്ളത്? കുറച്ച് കരഞ്ഞോ? കുഴപ്പമില്ല. പിന്നെ നിങ്ങളെല്ലാവരും എന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും നമുക്ക് സ്വന്തം. ഓരോരുത്തരെ പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല. തലവേദനയില്ല, എനിക്ക് തലവേദനയേ ഇല്ല. ഹലോ ഇല്ല. ഹലോ എന്നാ തട്ടിക്കളയും. ആ മരുമക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. കാരണം ഓരോരുത്തർക്കും അവരവർക്ക്
അവരവരുടെ മനസ്സിന് രീതിയിലുള്ള ഭർത്താക്കന്മാരെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മനപ്പൊരുത്തമാണല്ലോ നല്ലത്, ഏറ്റവും വലുത്. അത് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ 100% ഞാൻ സന്തോഷവാനാ. പിന്നെ ഇനി എന്തിനെ പറ്റി പറയാനുള്ളത്? പറയൂ. കള്ളുകൂടി കള്ളുകൂടി ഞാൻ കഴിഞ്ഞ 30 വയസ്സിലായപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നോ? 30 വയസ്സിലായപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ് ഞാൻ കള്ളു കുടിക്കുന്നു. പക്ഷെ 60 വയസ്സ് ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതല്ല, ഇന്നലെ പേപ്പറിൽ ഒരു നിര്യാതരായി ന്യൂസ് വന്നു. 61 വയസ്സായ ഒരു വൃദ്ധൻ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരിച്ചു. അത് കേട്ടതോടെ ആളാകെ ആകെ നിരാശനായി. ഇന്ന് രാവിലെ എനിക്ക് ഉടനെ തന്നെ ഒരു ബെഡ് കോഫി ഒക്കെ കുടിച്ചിരിക്കുമ്പോ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരാൾ വന്നിരിക്കുക, ഇവിടെ 60 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഓടിപ്പിച്ചങ്ങനെ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ജോർജ് അങ്കിളിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? പറഞ്ഞോ. മീശഞ്ഞ് വെക്കില്ല. കാരണം ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോ ഞാൻ ഭയങ്കര സുന്ദരനായിട്ട് തോന്നുന്നു ഇപ്പൊ. അപ്പൊ പിന്നെ ഇനി മീശയുടെ ആവശ്യമില്ല. അപ്പൊ കണ്ണാട മാറ്റണം അല്ലേ? കണ്ണാടി ഒന്ന് തുടയ്ക്കണം. മിററിന്റെ മുമ്പിൽ അത് 18 വയസ്സില്ല. ഇപ്പൊ ഇല്ല കേട്ടാ. ഇപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. 18 വയസ്സില്ല ഇപ്പൊ അങ്ങനെ നിന്നിട്ടുണ്ട്. നമ്മുടെ പൊറിഞ്ചത്തിന്റെ മീശയൊക്കെ മമ്മൂട്ടി എന്നറിയപ്പെടാനാണോ ഷേക്സ്പിയർ എന്നറിയപ്പെടാനാണോ ഇഷ്ടം? ഞാനായിട്ട് ഇരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഷേക്സ്പിയറിനെയും മമ്മൂട്ടിനെയും വർഗീസ് എന്ന് അറിയപ്പെടാനാണ് പപ്പയ്ക്ക് ഇഷ്ടം.